എന്ത് ബേസിസിലാണ് നമ്മൾ ആക്ടേഴ്സിനൊക്കെ അവാർഡ്സ് കൊടുക്കുന്നത്? അവരെല്ലാവരും ഒരു റോളല്ലല്ലോ പ്ലേ ചെയ്തത്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാണ്. ഇപ്പോൾ ഒരു റോള് 4 ആക്ടേഴ്സിനെ കൊണ്ട് ആ റോൾ ചെയ്യിപ്പിച്ചിട്ട് ആരാണ് ആ റോൾ ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു ബന്ധമുണ്ട്. ഈ പറഞ്ഞത് ന്യായം. ഇത് ഏതോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്ത് ഏതൊക്കെയോ ആക്ടേഴ്സിന് ആരൊക്കെയോ വിലയിരുത്തുന്നു, എന്നിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. It's unnecessary. You don't believe in that? I'm saying it doesn't make sense to me. ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് വന്നാൽ വലഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്രൈറ്റീരിയ. അതായത് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? അങ്ങനെയല്ല, ഒരു രസം അത്രേ ഉള്ളൂ. ഇതിലൂടെ എന്തെങ്കിലും സന്തോഷം അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ, അത് പിന്നീട് ഗുണമായി വന്നെങ്കിലോ. അതായത് ഇന്ന സിനിമയിൽ ഇന്ന റോള് ചെയ്ത ആളെയും മറ്റ് സിനിമയിൽ വേറൊരു റോള് ചെയ്ത ഒരാളെയും ഇത് 200 അങ്ങനത്തെ പെർഫോമൻസസ് വെച്ച് അതിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ 4 പേരിൽ ഇന്ന ആൾക്കാണ് അവാർഡ് എന്ന് പറയുമ്പോൾ ഓൺ വാട്ട് ബേസിസ്? ഇഷ്ടമുള്ളവർക്ക് ഞാൻ സ്നേഹം വാരിക്കൂരി കൊടുക്കും. ഇത് ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? സെയിം, അല്ലെങ്കിൽ 100 മീറ്റർ റേസിൽ എല്ലാവരും ഓടി 100 മീറ്റർ റേസ്, സെയിം ഡിസ്റ്റൻസ്, Okay. സെയിം എൻവയറമെന്റ്, സെയിം ക്ലൈമറ്റ്. Yeah. ഇതൊന്നുമില്ലാതെ ആർട്ട് എൻ്റെ അതിലൊരു ത്രില്ലില്ല ചേട്ടാ. ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവർ സമ്മതിക്കുന്നില്ല. പിന്നെ പക്ഷേ എത്രയോ അവാർഡ്സ് വാങ്ങിക്കൂട്ടിയ ഒരാളാണ് ലെന. അതെ അതെ, 3 എണ്ണം. അതെ, പക്ഷെ എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. ബിക്കോസ് ഒരിക്കലും അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ സ്റ്റേജിൽ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ? ബിക്കോസ് എനിക്ക് പലപ്പോഴും എന്നെ കൽപ്പന ചേച്ചിയുടെ പെർഫോമൻസ് വേറെ ഗ്രേറ്റ്സിൻ്റെ കൂടെ നമ്മൾ 4 നോമിനീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൻഡ് ദ അവാർഡ് ഗോസ് ടു ലെന എന്ന് പറയുമ്പോൾ ഐ എം ലുക്കിംഗ് അറ്റ് കൽപ്പന ചേച്ചി ചെയ്ത ആ പെർഫോമൻസ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇറ്റ് ഓൾമോസ്റ്റ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് എന്തോ ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയിട്ട് ഞാൻ സൈമ അവാർഡ്സിൽ ഇത് ഓപ്പൺലി പറഞ്ഞു. അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. Point out alla, I said I dedicate this to all the 4 who were nominated and everybody who acted in their. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ സാർ. തീർച്ചയായിട്ടും കാണാം.